നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം. ജനകീയ കൂട്ടായ്മ അമ്പലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വിഷയത്തിൽ വനംവകുപ്പ് വേണ്ടത്ര ഗൗരവം കാണിച്ചില്ലെന്ന് എൻ ഷംസുദ്ദീൻ MLA. ഒറ്റപ്പാലത്തെ കുടിവെള്ളക്ഷാമം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്. കേന്ദ്രം ആവിഷ്കരിച്ച ജൽജീവൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. RSSനും CPMനുമെതിരെ ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണി നേതാവ് SR പ്രകാശ്. ഗാന്ധിയെ വധിച്ചതിൽ RSSന് വ്യക്തമായ പങ്ക്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഏറ്റവും കഴിവുകെട്ടതെന്നും SR പ്രകാശ്. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. റെയിൽവേ ജംഗ്ഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും 6 കിലോ കഞ്ചാവ് പിടികൂടി. ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മലയാളിക്ക് ഒരു കാലത്ത് മികച്ച നാടകങ്ങൾ സമ്മാനിച്ച കലാകാരൻ MS കുറ്റിക്കാട് സഹായത്തിനാരുമില്ലാതെ രോഗശയ്യയിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലാണ് ആരും ആശ്രയമില്ലാതെ 68-കാരനായ ഈ കലാകാരൻ അവശതയിൽ കഴിയുന്നത്. വാർത്തകൾ വിശദമായി. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ കാപ്പുപറമ്പ് ജനവാസ മേഖലയിൽ കടുവയെ പലതവണ കണ്ടിട്ടും വനംവകുപ്പ് കൂട് സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മ അമ്പലപ്പാറ മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. എൻ ഷംസുദ്ദീൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തിനകം കൂട് സ്ഥാപിക്കാമെന്ന് DFO MLAയെയും ജനങ്ങളെയും അറിയിച്ചതിനു ശേഷമാണ് ആളുകൾ പിരിഞ്ഞുപോയത്. കോട്ടോപ്പാട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലപ്പാറ കാപ്പുപറമ്പ് എന്നീ വാർഡുകളിലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം പതിവാണ്. 20 ദിവസത്തിനുള്ളിൽ 8 തവണയാണ് ആളുകൾ കടുവയെ നേരിട്ട് കണ്ടത്. കാപ്പുപറമ്പ് തുളക്കല്ല് പാലത്തിന് സമീപം തൊടുക്കാട് എന്നീ ഭാഗങ്ങളിൽ വെച്ച് ഒന്നിലധികം തവണ കടുവയെ കണ്ടവരുണ്ട്. കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നേരിട്ടും MLA മുഖാന്തരവും വനംവകുപ്പിനെ അറിയിച്ചിട്ടും അനുകൂല സമീപനം ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ശനിയാഴ്ച രാവിലെ ജനകീയ കൂട്ടായ്മ അമ്പലപ്പാറ മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പ്രകടനവുമായി എത്തി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റി. തുടർന്ന് നടന്ന പൊതുയോഗം എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ വേണ്ട ഗൗരവം സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്ന് MLA പറഞ്ഞു. കൂട് വെക്കണമെങ്കിൽ നമുക്ക് അറിയണോണ്ട് പറയുകയാണ്. ഇവർക്ക് ചില നടപടിക്രമങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് പൂർത്തീകരിക്കണം. അപ്പം അതൊക്കെ അതിനുവേണ്ടി എഴുതി കൊടുക്കണമെന്നും പൂർത്തീകരിക്കണമെന്നും DCFനോട് ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും അതിലൊരു ഗൗരവമായ നീക്കം ഉണ്ടായില്ല എന്നുള്ളത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇന്ന് താമസിക്കുന്നത് ജീവിക്കുന്നത് വളരെയേറെ ഭയപ്പാടോടുകൂടി. കാട്ടിലെ മൃഗങ്ങളാകെ നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടായി. നമുക്കറിയാം, ഒരു കാലത്തും ഇല്ലാത്ത വിധം ആന നാട്ടിലിറങ്ങുന്നത്. അത് മാത്രമായിരുന്നെങ്കിൽ അത് ദൂരെ കാണാൻ കുറച്ച് വലിയ ജീവിയാണ്. ആളുകളെല്ലാവരും കൂടി ജാഗ്രതയോടുകൂടി നിന്നാൽ കുറെ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ കുറേയൊക്കെ പ്രതിരോധിക്കാം. പക്ഷേ ഈ കടുവ, പുലി പോലുള്ള സംഗതികൾ ഇത് കുറ്റിക്കാട്ടിലൊന്നും ആളുകൾ കാണുന്നില്ല. മുന്നിൽപ്പെട്ടാൽ മറ്റുള്ള ആനൊക്കെ കുറച്ച് ദൂരം കണ്ട ഓടി രക്ഷപ്പെടാനെങ്കിലും കഴിയും. ഇത് ജീവൻ അപഹരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ ലായൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് ഭീമനാട്, കോട്ടോപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ഉമ്മർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദീപ ഷിൻഡോ, സൈനുദ്ദീൻ താളിയിൽ, സ്മിജിത, ഷാനിർ മണലടി, OP നിജാസ്, CPM ലോക്കൽ സെക്രട്ടറി മനോജ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, CJ രമേശ്, വിജയൻ തിരുവിഴാംകുന്ന്, P സജാദ്, CK കുഞ്ഞേമു, C വീരാൻകുട്ടി, TM ഖാലിദ്, വീരാൻകുട്ടി പൂതാനി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വനംവകുപ്പ് ഓഫീസിൽ വെച്ച് MLA, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ DFO C അബ്ദുൽ ലത്തീഫുമായി ചർച്ച നടത്തി. ജനങ്ങളും MLAയും ജനപ്രതിനിധികളും കൂട് സ്ഥാപിക്കണമെന്ന് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. തുടർന്നാണ് 10 ദിവസത്തിനുള്ളിൽ കൂട് സ്ഥാപിക്കാമെന്ന് DFO അറിയിച്ചത്. ഇപ്പോഴെങ്കിലും തീരുമാനിച്ചാൽ ഒരാഴ്ച ആ സാധനം കിട്ടും. അതിന്റെ പ്രൊസീജിയർ എന്തായാലും കൂട് വെക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പൊ തുടങ്ങാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ക്യാമറകൾ സ്ഥാപിക്കുകയും മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം ഒരു സർവൈലൻസ് അവിടെ ഉണ്ടാകുകയും ചെയ്യാം. നാളെ രാവിലെ ഈ പരിസരമാവുന്ന അടിച്ചു പറിക്കുക. അതുമാണ് നമ്മൾ ചെയ്യുന്നത്. അത് തുടരും. അത് എല്ലാ ദിവസവും തുടരും. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോയ കോലോത്തോടി നജീബിന്റെയും സഹോദരന്റെയും മുന്നിലേക്ക് കടുവ ചാടി. ഈ അനുഭവം സദസ്സിൽ നജീബ് പങ്കുവച്ചു. ഏകദേശം ഈ തോട് പള്ളിക്കന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടില്ലേ, ഈ ഹെഡ്ലൈറ്റ് നല്ല പവർ ഹെഡ്ലൈറ്റ് രണ്ടെടുത്തുണ്ട്.
പിന്നെ ഞങ്ങൾ പണി ആയുധങ്ങളുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം ദൂരത്തേക്കാണ് നമ്മൾ ലൈറ്റ് അടിക്കുക. സാറ് ദൂരത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുക, അടുത്ത കാര്യം നോക്കില്ല. ദൂരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ലൈറ്റ് അടിച്ചു. എവിടെ ഒന്നുമില്ല. ഒരു 5 മീറ്റർ 6 മീറ്റർ അപ്പുറത്ത് ഈ സാധനം ഒറ്റച്ചാട്ട ഞങ്ങൾ മുന്നിക്ക് എനിക്ക് അറിയിച്ചു കേട്ടു. അതിന്റെ സൗണ്ട് നമുക്ക് അറിയാലോ, കടുവന്റെ സൗണ്ട് നമുക്ക് ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാലോ. കടുവനെ പുലിയാക്കാൻ വളക്കാൻ നോക്കുന്നുണ്ട്, ഈ പുലിയാക്കാൻ. നമ്മളെ ഭയം ജനങ്ങൾക്ക് മാറിയിട്ട് അങ്ങനെ കഴിച്ചിലാക്കാൻ ചില ഫോറസ്റ്റിന്റെ ആൾക്കാർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പുലിയല്ല, കടുവയാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു കടുവയല്ല. കാരണം മിഞ്ഞാന്നാണ് ഞങ്ങൾ എൻ്റെ മമ്മതൊക്കെ ഇവിടുന്ന് ഇതിനെ കണ്ടത്. പക്ഷെ അതേ സമയത്ത് ഞങ്ങൾ മേലുണ്ട്. ഈ കണ്ട സമയത്ത് കടുവടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മുന്നേ തന്നെ ഇവിടുന്ന് ചേർന്നൊട്ടിയിട്ടുണ്ട്. അലറില് എവിടെ മരുന്നുള്ളത് ഒന്നിലധികം ഉണ്ട് എന്നിട്ട് 100% ഉറപ്പാണ്. കൂട് വെക്കാതെ ഞങ്ങള് ഈ ഇന്റെ മാത്രം കാര്യമല്ല, ഞാൻ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ കൂടെ പിന്നെ മയ്യത്താണ് കാരണം. പക്ഷെ ഇന്ന് ഭാഗ്യം കൊണ്ട് നേരത്തെ ഒരാളുണ്ടല്ലോ ഓനെ ഇതുകൊണ്ട് കഴിച്ചിലേക്കാണ്. കടുവന്റെ മുന്നിൽ പെടാതെ കഴിച്ചിലേക്കാണ്. ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയണേ, ബാക്കിയുള്ള പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും വേണ്ടി ഞാൻ പറയണേ. മറ്റു ഭാഗങ്ങളിൽ നിന്നും പിടികൂടുന്ന കടുവകളെയും പുലികളെയും വനംവകുപ്പ് ഈ പ്രദേശത്താണ് തുറന്നുവിടുന്നതെന്ന ആക്ഷേപവും ജനങ്ങൾക്കുണ്ട്. ഇതും ഇവർ പറഞ്ഞു. എവിടുന്നേലും കിട്ടുന്നത് ഇവിടെ കൊണ്ടുവന്ന് സംഭവമാണ്. 15 ദിവസം മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ പൊട്ടിയാറ ഭാഗത്തേക്ക് വണ്ടി പോയിട്ടുണ്ടോ? കണ്ടമാനം ആൾക്കാർ കണ്ടിട്ടുണ്ട്. CCTV വണ്ടി പോയതുണ്ട്. CCTV വണ്ടി പോയതുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് വിട്ടിട്ടില്ല. അത് കാണണല്ലോ, അത് കാണുന്നത് ഏതാന്ന് അറിയണം. കുറച്ച് നാള് ഞാൻ അറിയാതെ ഇവിടെ എനിക്ക് അറിയണമല്ലോ, എന്റെ ഏരിയയില് അങ്ങനെയാണ് ഞാൻ അറിയണമല്ലോ. 15 ദിവസം മുന്നേ വണ്ടി പോയി. കടുവയെ കണ്ട പ്രദേശങ്ങളിൽ നിലവിൽ സ്ഥാപിച്ച 2 ക്യാമറകൾ കൂടാതെ 8 ക്യാമറകൾ സ്ഥാപിക്കാനും പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനും വനംവകുപ്പ് തീരുമാനിച്ചു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേന്ദ്രം ആവിഷ്കരിച്ച ജൽജീവൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ആരോപിച്ചു. ഒറ്റപ്പാലത്തെയും അമ്പലപ്പാറയിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും വേണുഗോപാലൻ ആവശ്യപ്പെട്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഒറ്റപ്പാലത്തും അമ്പലപ്പാറയിലും തദ്ദേശ സ്ഥാപനങ്ങൾ ഇടപെട്ട് പ്രശ്നപരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP രംഗത്ത് വന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേന്ദ്രം ആവിഷ്കരിച്ച ജലജീവൻ പദ്ധതി പോലും അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായും വെള്ളം കിട്ടാതെ വരുമ്പോൾ പദ്ധതി കേന്ദ്രത്തിൻ്റേതാണെന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റി കൈകഴുകുന്നതായും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് P. വേണുഗോപാലൻ ആരോപിച്ചു. ഗവൺമെന്റ് ആവിഷ്കരിച്ച ജൽജീവൻ മിഷൻ പോലും ആ പദ്ധതി പോലും അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടന്നിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു. ജൽജീവൻ മിഷന്റെ പൈപ്പുകളിട്ടുള്ള പല സ്ഥലങ്ങളിലും ചില പ്രദേശങ്ങളിൽ 10ഓ 20ഓ വീടുകളിലേക്ക് മാത്രം വെള്ളം കിട്ടാതിരിക്കുക, അതിന് അന്വേഷിക്കുന്ന സമയത്ത് വ്യക്തമായി ഉത്തരം പറയാതിരിക്കുക, അത് കേന്ദ്രത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ അതോറിറ്റി വിഭാഗം കൈകഴുകുന്ന ഒരു സമീപനമുണ്ടാകും. മാത്രമല്ല പല ഭാഗത്തും അവരുടെ പൈപ്പ് വർക്ക് കഴിഞ്ഞു എന്നുള്ള പ്രദേശങ്ങളിൽ, അമ്പലപ്പാറയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കുഴിച്ചു നോക്കുന്ന സമയത്ത് അത്തരം സ്ഥലങ്ങളിൽ പൈപ്പ് ഇട്ടിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാരും ആ വർക്കിന് മേൽനോട്ടം നടക്കുന്ന ഓവർസിയർ അടക്കമുള്ള ആളുകൾ ഇതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഈ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായുള്ള വാട്ടർ അതോറിറ്റിയും മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയും ഭരണകർത്താക്കൾ ഈ വിഷയത്തിന് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഹരിക്കാൻ തയ്യാറാവും. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് അടുത്ത ദിവസം പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വേണുഗോപാലൻ പറഞ്ഞു. കൊണ്ടുള്ള ഒരു പ്രവർത്തനവും അംഗീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കാവില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ശക്തമായുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം അമ്പലപ്പാറയിൽ ഒരു വാർഡിൽ ഈ കുടിവെള്ള പ്രശ്നമായി ചെന്ന് അതിൻ്റെ ആയിട്ട് അവരെ വിളിച്ചു വരുത്തി നോക്കിയ സമയത്ത് പല ഭാഗത്തേക്കും ഒരു ചെറുതായിട്ടൊരു കണക്ഷൻ കൊടുക്കുക എന്നുള്ള കാര്യം പോലും ചെയ്യാതെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അത് ഒഴിഞ്ഞു പോകുന്നത് കാണും. ഒറ്റപ്പാലത്ത് ഇപ്പോൾ ഒറ്റപ്പാലത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉത്സവത്തിൻ്റെ സീസണായി. ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടിക്കുന്ന സമീപനം മാറ്റേണ്ടിയിരിക്കുന്നു. അത് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ
ഈ വാട്ടർ അതോറിറ്റിക്ക് മുന്നിലും അതേപോലെ തന്നെ ഇത്തരം ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഭാരതീയ ജനതാ പാർട്ടി പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങാൻ പോയി. ഒറ്റപ്പാലം നഗരസഭയിലെ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് CPM നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടത് BJP പിന്തുണയോടെ എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രത്യേക റോളില്ലെന്നും പേര് നിർദ്ദേശിക്കുകയോ പിന്താങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും വേണുഗോപാലൻ പറഞ്ഞു. അടിസ്ഥാനരഹിതമാണ്. കാരണം ഒരു ആസൂത്രണ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷരെ തിരഞ്ഞെടുക്കുന്നതിൽ അവിടെ BJPക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവിടെ അവരുടെ പേര് നിർദ്ദേശിക്കുകയോ പേര് പിന്താങ്ങുകയോ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടില്ല. അവരെ പ്രചരിപ്പിക്കുന്നതും അതിന് അനുകൂലമായി മുനിസിപ്പൽ സെക്രട്ടറി ഇറക്കിയ അവരുടെ സർക്കുലറും തെറ്റ് തന്നെയാണ്. അതിൽ ഗംഗാധരൻ പിന്തുണച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഒരു സ്ഥാനാർത്ഥിയെ ഒരാൾ നിർദ്ദേശിച്ചാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിർദ്ദേശിച്ചാൽ ആ നിർദ്ദേശിക്കുന്നതിന് ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് രേഖാമൂലമോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നോ വായ്മൊഴിയായോ പറയേണ്ടതാണ്. ഇതവിടെ ചെയ്തിട്ടില്ല. അതിനെ എതിർത്തില്ല എന്നുള്ളൊരു കാര്യം ശരിയായിരിക്കാം, പക്ഷേ അതിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആ കമ്മിറ്റിയിലുള്ള BJPയുടെ തന്നെ മറ്റൊരു അംഗം അദ്ദേഹം അതിനൊരു എന്താ പറയുക വിയോജനക്കുറിപ്പും അതിന് കൊടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുത്ത രീതി തന്നെ തെറ്റാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞു. ഇത് ശരിക്കും കൗൺസിലിൽ വരേണ്ടതാണ്. മറ്റു പ്രചരണങ്ങളും ഈ കോൺഗ്രസ്സുകാർ അവർ കോൺഗ്രസും ലീഗൊക്കെ അവർ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ പേരിൽ BJPയെ ചൊറിയാൻ വരുന്ന അതിന് അടിസ്ഥാനമൊന്നുമില്ല. ചന്ദ്രികാപത്രത്തിലൊക്കെ എഴുതിയതിൻ്റെ അടിസ്ഥാനം മനസ്സിലാവുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് നിരാശാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൻ്റെ ബഡ്ജറ്റ് പുറത്തു വന്നു. ബഡ്ജറ്റ് ഏറ്റവും നിരാശാജനകമാണ്. ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നൊരു കാര്യം, ഇലക്ഷൻ മുൻനിർത്തിയിട്ടുള്ള സ്റ്റണ്ടിൽ പോലും ഇവിടുത്തെ നേരത്തെ മുതലേ ഉന്നയിക്കുന്ന പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലെ തുകകൾ ശരിയായിട്ട് വിനിയോഗിച്ചിട്ടില്ല. അത് അലംഭാവം കാണിക്കുന്നു. ഒറ്റപ്പാലത്തായാലും ഒറ്റപ്പാലത്ത് ഏകദേശം 11 കോടിയായിട്ട് നീക്കി വെച്ചു എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഷൊർണൂരായാലും ഇത് കുറച്ച് റോഡുകളുടെ പണിക്ക് വേണ്ടി മാത്രം നീക്കി വെച്ചതിനപ്പുറം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടിവെള്ളക്ഷാമം അടക്കം പരിഹരിക്കാൻ, കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ, ഇവിടെ വിശാലമായി കിടക്കുന്ന ഭാരതപ്പുഴയെ സംരക്ഷിക്കുന്നതിലൂടെ കഴിയും എന്നിരിക്കെ ഭാരതപ്പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി കാര്യമായ ഒരു നീക്കിയിരിപ്പ് അതിലേക്ക് ഉണ്ടായിട്ടില്ല. ഭാരതപ്പുഴയെ സംരക്ഷിച്ചാൽ ഈ ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗത്തെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും. കൃഷിക്കാരുടെയും അവരുടെ ജലസേചന സൗകര്യത്തിനടക്കം അതിന് ഗുണകരമായുള്ള സംവിധാനം ഉണ്ടാകും. പക്ഷെ അത് ചെയ്തിട്ടില്ല. RSSനെതിരെയും CPMനെതിരെയും ആഞ്ഞടിച്ച് ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണി നേതാവ് SR പ്രകാശൻ. ഗാന്ധിയെ വധിച്ചതിൽ RSSന് വ്യക്തമായ പങ്കുണ്ടെന്നും ഇത്രയും കഴിവുകെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും SR പ്രകാശൻ പറഞ്ഞു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വരോട് നടന്ന ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM വിട്ടവരുടെ നേതൃത്വത്തിലാണ് ഗാന്ധിജി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വരോട് സെന്ററിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. ഗാന്ധി ഘാതകരെ ഒറ്റപ്പെടുത്തുക, ഒക്കെ ചങ്ങായിമാരെ തിരിച്ചറിയുക എന്ന സന്ദേശം ഉയർത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത്. സ്വതന്ത്ര മുന്നണി നേതാവ് SR പ്രകാശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയെ വധിച്ചതിൽ RSSന് ശക്തമായ പങ്കുണ്ടെന്നും ഇന്ത്യയിലെ കറൻസിയിൽ നിന്ന് ഗാന്ധിജിയുടെ ചിത്രം മാറ്റാനുള്ള ചർച്ച നടക്കുന്നതായും SR പ്രകാശൻ പറഞ്ഞു. മഹാത്മാഗാന്ധി വധത്തിൽ തർക്കരഹിതമായ പങ്കുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്, ഗാന്ധി വധത്തിൽ RSSന്റെ പങ്ക് പറഞ്ഞതിനാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ കേസ് കൊടുക്കുന്നത്. അപ്പൊ RSS പറയുന്നത് കോടതി കണ്ടെത്തി പോലും RSSന് യാതൊരു പങ്കുമില്ല. 925 രൂപീകൃതമായ ഹെഗ്ഡെ രൂപീകരിച്ച RSS ഒരു സന്നദ്ധ സംഘടനയാണ്. രാഷ്ട്ര സേവനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് മഹാത്മാഗാന്ധി വധത്തിൽ പങ്കില്ല. ഗാന്ധിയുടെ പേരുള്ള പദ്ധതികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
നോക്കൂ, മഹാത്മാഗാന്ധി ഇപ്പോ എവിടെയാണ് അവശേഷിക്കുന്നത്? നമ്മുടെ നോട്ടിലാണ്, നാണയത്തിലാണ്. ഇന്ത്യയുടെ കറൻസിയിൽ മാത്രമാണ് മഹാത്മാഗാന്ധി അവശേഷിക്കുന്നത് ഈ ഭരണത്തിൽ, BJP ഭരണത്തിൽ. നോക്കൂ, കഴിഞ്ഞ 1.5 വർഷമായി അതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ കറൻസിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം മാറ്റാനുള്ള ആലോചന വളരെ തകൃതിയായി ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതിന് ആരും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. നമ്മുടെ നോട്ടിൽ നിന്ന് ഗാന്ധിയുടെ ചിത്രം, രാഷ്ട്രപിതാവിന്റെ ചിത്രം നീക്കം ചെയ്യുമോ എന്ന ചോദ്യത്തിന് അസന്നിഗ്ധമായി ഇല്ലെന്ന് മറുപടി പറയാൻ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. മിസ്റ്റർ നരേന്ദ്രമോദി നോട്ടിൽ നിന്ന് ഗാന്ധിയെ നീക്കിയാൽ, എല്ലാ പദ്ധതികളിൽ നിന്നും ഗാന്ധിയെ നീക്കിയാൽ, രാഷ്ട്രപിതാവിനെ ഇനി ഒരു തവണ കൂടി ഈ രൂപത്തിൽ നിങ്ങൾ കൊല ചെയ്താൽ ഈ ലോകവും ഈ രാജ്യവും ഭാരതീയ ജനതാ പാർട്ടിക്കോ നിങ്ങളുടെ സംഘത്തിനോ RSSനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ മാപ്പ് തരില്ലെന്ന് മാത്രമല്ല, ചരിത്രം കാത്തിരിക്കുന്നു. ഇന്ത്യയുടെ ഭൂതകാല ചരിത്രം, അതിൽ സമ്പന്നമായ ഭൂതകാല ചരിത്രമുണ്ട്. വർഗീയതക്കെതിരായ പോരാട്ടത്തിന്റെ ചരിത്രം. ആ പോരാട്ടത്തിന്റെ ചരിത്രം ഇന്ത്യയിൽ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം പോലെ തന്നെ വർഗീയതക്കെതിരായ ഒരു ദേശീയത ഇന്ത്യയിൽ രൂപപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ഇതുപോലെ കഴിവുകെട്ട ഒരു ആഭ്യന്തര വകുപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും കേരള ഗവൺമെന്റ് പോക്കറ്റടിക്കാരുടെ ഗവൺമെന്റായി മാറിയെന്നും SR പ്രകാശൻ ആരോപിച്ചു. ജനങ്ങളെ അറിയിക്കാത്ത വിധം രഹസ്യമായി പോക്കറ്റടിക്കുന്ന കേരളത്തിന്റെ ഗവൺമെന്റ് പോക്കറ്റടിക്കാരുടെ തിരുട്ട് സംഘത്തിന്റെ ഗവൺമെന്റാണ്. ഒരു മേഖലയിലും നാം മുന്നേറിയിട്ടില്ല. സമ്പൂർണ്ണ പരാജയമാണ്. ആഭ്യന്തര രംഗത്ത് നോക്കൂ, ഇന്ത്യ ഗവൺമെന്റിനെ പോലെ തന്നെ സമ്പൂർണ്ണ പരാജയമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇതുപോലെ കഴിവുകെട്ട ഒരു ആഭ്യന്തര വകുപ്പ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ലോക്കപ്പ് മർദ്ദനങ്ങൾ മാത്രമല്ല, ലോക്കപ്പിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേരളത്തിന്റെ ലോക്കപ്പുകൾ ഇതുപോലെ ജയിലറകളായി മാറിയിട്ടില്ല. 84 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത്. പോലീസുകാർ, അവർക്ക് പോലും നിൽക്കക്കള്ളിയില്ലാത്ത വിധം, ജീവിക്കാൻ കഴിയാത്ത വിധം ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ്. സംഘാടക സമിതി ചെയർമാൻ VK മോഹനൻ അധ്യക്ഷനായി. കൺവീനർ M സുനിൽ, വാർഡ് കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ H വിനുവും പാർട്ടിയും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും 6 കിലോ കഞ്ചാവ് കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തു. റെയ്ഡ് പാർട്ടിയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ഷാജു തോമസ്, ASI V ബാലകൃഷ്ണൻ, HCV സവിൻ, പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു, സുരേഷ് എന്നിവരും പങ്കെടുത്തു. പ്രതികൾക്കായി അന്വേഷണം തുടരുന്നു. അരങ്ങിലെ വർണ്ണപ്പകിട്ടുകൾ വിസ്മൃതിയിലാഴ്ന്നപ്പോൾ വേദനയുടെ ഏകാന്തതയിൽ ഒരു കലാകാരൻ കണ്ണീരോടെ തുണ തേടുന്നു. മലയാള നാടകവേദിക്ക് 60ഓളം രചനകളും 50ഓളം സംവിധാന മികവും സമ്മാനിച്ച വർക്കല സ്വദേശി 68കാരൻ MS കുറ്റിക്കാട് എന്ന ഷിഹാബുദ്ദീനാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ആരും അഭയമില്ലാതെ വാർഡിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂട്ടിരിക്കാൻ ഉറ്റവർ ആരുമില്ലാത്ത ഇദ്ദേഹത്തിന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പത്മനാഭന്റെയും മറ്റ് ജീവനക്കാരുടെയും കരുതലാണ് ഏക ആശ്വാസം. നാടകത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി 1991 വർക്കലയിൽ നിന്ന് പാലക്കാട്ടെത്തിയതാണ് അദ്ദേഹം. 2009 വലതുകാലിലെ വ്രണം മൂർച്ഛിച്ച് മാരകമായ അവസ്ഥയിലെത്തിയപ്പോൾ തകർന്നുപോയ ഷിഹാബുദ്ദീനെ ജീവിതത്തിലേക്ക് തിരികെ പിടിച്ചത് സുഹൃത്തായ എരുമേലി മോഹനന്റെ വാക്കുകളായിരുന്നു. ശാരീരികമായ പരിമിതികളെ സർഗാത്മകത കൊണ്ട് തോൽപ്പിക്കണമെന്ന ഉറപ്പിൽ വലതുകാൽ മുറിച്ചുമാറ്റിയ ശേഷവും അദ്ദേഹം നാടകരംഗത്ത് സജീവമായി തുടർന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാടക പാഠങ്ങൾ പകർന്നു നൽകുന്നതിനിടെ പക്ഷാഘാതം വന്ന് വീണ്ടും തളർന്നെങ്കിലും അസാമാന്യമായ മനക്കരുത്തോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് തിരുവില്ലാമലയിലെ ആശ്രമത്തിൽ അന്തേവാസിയായി കഴിയുന്നതിനിടെ ഇടതുകാലിന് പരിക്കേറ്റതോടെയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിപ്പെട്ടത്. ഞാൻ ഇപ്പോൾ കുറച്ചു കാലമാണ് സ്ട്രോക്ക് വന്നു. അതിനുശേഷം 2 വർഷമായി ഇങ്ങനെ ആശുപത്രിയോ അനാഥാലയമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോവുകയായിരുന്നു. ഓർക്കാപ്പുറത്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു
വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അതിൽ കിടന്ന് പറഞ്ഞ് എടുത്ത് കയറ്റണം. വീൽ ചെയറിൽ കൊണ്ടുവന്ന് കയറ്റി ഇരുത്തി ഇവിടെ കൊണ്ടുവന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ, ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രക്കാരൻ മുങ്ങി ഞാനിവിടെ തനിച്ച് ഇവിടുത്തെ പാവ ആശുപത്രി ജീവനക്കാരുടെ കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും കഴിഞ്ഞു പോകുന്നു. ഇങ്ങനെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞില്ല, അപ്പം വീണ്ടും പോകും. സ്വർണം പൂശിയ കൊട്ടാരം, ഉണരാത്തവർക്കൊരു ഉറക്കുപാട്ട്, ഒരു രഥോത്സവം തുടങ്ങിയ പ്രശസ്ത നാടകങ്ങളുടെ ശില്പിയായ ശിഹാബുദ്ദീൻ പ്രശസ്ത നാടക പ്രവർത്തകൻ വർക്കല ഗോപാലകൃഷ്ണന്റെ ശിഷ്യനാണ്. മുഹമ്മദ് മുഹയുദ്ദീൻ, ഹാജിറ ഉമ്മ ദമ്പതികളുടെ മകനായ ശിഹാബുദ്ദീന് നിലവിൽ ക്ഷേമ പെൻഷനുകൾ പോലുമില്ലാതെ കടുത്ത ദുരിതത്തിലാണ്. ഇനിയുള്ള കാലം ജന്മനാട്ടിലെ സ്നേഹത്തണലിൽ കഴിയണമെന്നതാണ് ഈ കലാകാരന്റെ ഏകാഗ്രഹം. തന്റെ മടക്കയാത്രയ്ക്ക് കുടുംബത്തിന്റെയും നാടിന്റെയും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 2024-25 വർഷത്തെ മികച്ച അംഗനവാടി വർക്കർക്കുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധി സദൻ അംഗൻവാടിയിലെ ടീച്ചർ BK സത്യഭാമ. ഒറ്റപ്പാലം ICDSന് കീഴിലെ 48-ാം നമ്പർ അംഗൻവാടിയിലെ പ്രവർത്തന മികവിനാണ് പൊറ്റമ്മൽ വീട്ടിൽ BK സത്യഭാമ ഈ നേട്ടം കൈവരിച്ചത്. 59 വയസ്സുകാരിയായ സത്യഭാമ ടീച്ചർ 1988 മുതൽ ഇതേ അംഗനവാടിയിൽ തന്നെ സേവനമനുഷ്ഠിച്ചു വരികയാണ്. കുട്ടികളോടുള്ള സ്നേഹപൂർണ്ണമായ സമീപനം, നൂതനമായ അധ്യാപന രീതികൾ, അംഗനവാടിയിലെ കുട്ടികളുടെ പങ്കാളിത്തം തുടങ്ങിയ വിവിധ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. നേരത്തെ ടീച്ചറുടെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തും ആദരവ് നൽകിയിട്ടുണ്ട്. ജില്ലയിൽ സത്യഭാമയെ കൂടാതെ തൃത്താല ICDSന് കീഴിലെ PM ഉഷാമണി, അട്ടപ്പാടി ICDSന് കീഴിലെ P ഷീല എന്നിവരും മികച്ച അംഗൻവാടി വർക്കർമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. ICDS സൂപ്പർവൈസർ ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരമാണ് അപേക്ഷ നൽകിയതെന്ന് സത്യഭാമ പറഞ്ഞു. ഞാൻ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കത് കൊടുക്കാൻ ഞാൻ കുറേ വിസമ്മതിച്ചതാണ്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്മി മാഡമാണ്, ഞങ്ങളുടെ സൂപ്പർവൈസറാണ്, അതിന് നിർബന്ധിച്ച് എന്നെ കൊണ്ട് കൊടുപ്പിച്ചത്. മാഡം അത് ടീച്ചർക്ക് അർഹത ഉണ്ട്, ടീച്ചർക്ക് കൊടുത്തേ പറ്റുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ കൊടുപ്പിച്ചാണ്. മാഡം എന്നോടൊപ്പം നിന്നായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ഗോപിനാഥനാണ് സത്യഭാമ ടീച്ചറുടെ ഭർത്താവ്. ഇവർക്ക് 2 ആൺമക്കളുണ്ട്. 36 വർഷത്തെ സേവന പാരമ്പര്യത്തിന് ലഭിച്ച ഈ വലിയ അംഗീകാരത്തിൻ്റെ സന്തോഷത്തിലാണ് ടീച്ചറും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭവനരഹിതർക്കായി പട്ടാമ്പി മുതുതലയിൽ നിർമ്മിച്ച വെൽഫെയർ വില്ല വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഞായറാഴ്ച നാടിന് സമർപ്പിക്കും. 5 വീടുകളാണ് ഭവനരഹിതർക്കായി നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭവനരഹിതർക്ക് ഒരു തുണ്ട് ഭൂമിയും വീടുമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി വെൽഫെയർ പാർട്ടി മുതുതല പഞ്ചായത്തിലെ കൊടുമുണ്ട ചീതപ്പുറത്ത് നിർമ്മിച്ച 5 വീടുകളുടെ സമർപ്പണമാണ് ഞായറാഴ്ച വൈകിട്ട് 4-ന് നടക്കുക. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വീടുകളുടെ സമർപ്പണം നടത്തും. ജില്ലാ പ്രസിഡന്റ് KC നാസർ അധ്യക്ഷത വഹിക്കും. മുതുമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP മണി, വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G പിഷാരടി, ജനസേവന വിഭാഗം സംസ്ഥാന കൺവീനർ സാദിഖ് ഉളിയിൽ തുടങ്ങിയവരും മറ്റ് രാഷ്ട്രീയ, മത, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പഞ്ചായത്തിലെ ഭവനരഹിതരായ 35ഓളം പേരുടെ ലിസ്റ്റാണ് ലഭിച്ചിട്ടുള്ളതെന്നും ഇവരിൽ നിന്നും ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ഒരാഴ്ചയ്ക്കകം തന്നെ ഇവർക്ക് വീടുകളുടെ താക്കോൽ കൈമാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന പ്രസിഡന്റ് അന്ന് നിർവഹിക്കുകയും എത്രയും വേഗത്തിൽ തന്നെ ഈ ഭവനങ്ങൾ നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പണി പൂർത്തിയായ ഈ വീടുകൾ നാടിന് സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇന്നും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഭൂരഹിതരായ ആളുകളുടെ പ്രയാസം എന്ന് പറയുന്നത്. ഒരു തുണ്ട് ഭൂമിയും അതിലൊരു വീടും എന്ന് പറയുന്ന വലിയ ഒരു സ്വപ്നം ഇന്നും പൂർത്തീകരിക്കപ്പെടാത്ത അനേകം ആളുകൾ ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും രീതിയിൽ ചെറുതായിട്ടെങ്കിലും പരിഹരിക്കുക എന്നുള്ളത് പാർട്ടി സംസ്ഥാനത്തുടനീളം
ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ വിജയിച്ചിട്ടുള്ള ഒരു പ്രതിനിധി കൂടിയാണ്. എൻ്റെ വാർഡിലും കഴിഞ്ഞ മാസം വെൽഫെയറിന്റെ ഒരു ഭവനം നാടിന് സമർപ്പിക്കുകയുണ്ടായി. പാർട്ടി സമരങ്ങളെ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി സേവന രംഗത്തും അതിൻ്റെതായ മുദ്ര പതിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പാർട്ടി മുന്നോട്ട് പോകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച ആളുകളോട് പറയുവാൻ വേണ്ടി പാർട്ടി ആഗ്രഹിക്കുകയാണ്. വീടുകൾ സ്വന്തമായല്ല ട്രസ്റ്റിന്റെ പേരിലായിരിക്കുമെന്നും ഇവർ അറിയിച്ചു. ചടങ്ങിന് ശേഷം കലാപരിപാടികളും സംഘടിപ്പിച്ചതായി വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം MA മൊയ്തീൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് ഷമീർ മനക്കത്തൊടി, വാർഡ് മെമ്പർ അമീറ മുസ്തഫ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KV നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ്. അവിടെ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലൈഫ് പദ്ധതിയിൽ ഒരുപാട് അപേക്ഷകൾ വന്നിട്ട് അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയാണ് ഈ ആശയം നമ്മുടെ മനസ്സിൽ വന്നത്. നമ്മുടെ പ്രദേശത്ത് കുറച്ച് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ അവിടെ അർഹതപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാം എന്നുള്ളൊരാശയം. അങ്ങനെ വലിയ ഒരു മനസ്സുള്ള ഒരു അയ്യൂബ് ഖാനെ നമ്മൾ സമീപിച്ചു. കൃത്യമായിട്ട് അദ്ദേഹത്തോട് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ അത് ഏറ്റെടുത്ത് നമുക്ക് 20 സെൻറ്റ് സ്ഥലം ഓഫർ ചെയ്തു. അങ്ങനെ അത് നമ്മുടെ വെൽഫെയർ പാർട്ടി നേതാക്കളുമായി സംസാരിച്ച് അവരോട് അവിടെ ഒരു 5 വീട് ആവശ്യപ്പെടുകയും ഇന്ന് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് നേതാവായ റസാഖ് പാലേരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുതുതല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് KP മണിയേട്ടനും അതുപോലെ നമ്മുടെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് KC നാസർക്കയാണ്. തയ്യൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷനൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പകുതി കൂടി അനുവദിക്കണമെന്ന് സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. അമ്പലപ്പാറയിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KN ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. 8ാമത് കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് അമ്പലപ്പാറയിൽ വെച്ച് നടന്നത്. അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KN ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവിർഭാവം എവിടെയാണ്, KSയുടെ ആവിർഭാവം എവിടെയാണ്, അതിലന്ന് ഈ പാലക്കാട് നിന്ന് 2 പേരുണ്ടായിരുന്നു. ജില്ലാ പ്രസിഡന്റ് EK രാജൻ അധ്യക്ഷത വഹിച്ചു. റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി PM റഫീഖ് ലക്കിടി അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്ക് ജില്ലാ ട്രഷറർ PV ജേക്കബ് അവതരിപ്പിച്ചു. തുടർന്ന് 4 ഗ്രൂപ്പുകളിലായി KM സൈനബ, രമണൻ, മോഹനകൃഷ്ണൻ, മോഹനകുമാരി എന്നിവരുടെ മേൽനോട്ടത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച നടന്നു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ EK രാജനെ പ്രസിഡന്റായും PM റഫീഖിനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി PV ജേക്കബിനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLA-യുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരായി ലഹരി വർജന മിഷൻ വിമുക്തിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ A പ്രദീപ് റാവു ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും JRC വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷ അമ്പിളി മനോജ്, പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ V അനൂപ്, വിമുക്തി മിഷൻ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സിജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മയക്കുമരുന്നും NDPS നിയമവും സംബന്ധിച്ച് പെരിന്തൽമണ്ണ മുൻസിഫ് കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സുൽഫീഖറും വ്യായാമം, രക്തദാനം ഇവയുടെ പ്രാധാന്യം സംബന്ധിച്ച് BDK മലപ്പുറം ജില്ലാ P ഗിരീഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു.
കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി നഗരസഭാ സാരഥികൾക്ക് സ്വീകരണം നൽകി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അലി കുഞ്ഞുകൊപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വച്ചാണ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി നഗരസഭാ സാരഥികൾക്ക് സ്വീകരണം നൽകിയത്. ചെർപ്പളശ്ശേരിയിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം അലക്ഷ്യമായ പാർക്കിങ്ങുകളാണെന്നും ഇതിന് പരിഹാരമായി മുനിസിപ്പാലിറ്റി ഓഫീസിന് സമീപമുള്ള EMS ഹാൾ പുനർനിർമ്മിക്കുമ്പോഴും ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുമ്പോഴും മെക്കനൈസ്ഡ് പാർക്കിംഗ് സൗകര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഒരു നഗര വികസനം എന്നത് കെട്ടിട ഉടമകൾ കെട്ടിടം നിർമ്മിച്ചത് കൊണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നഗരസഭകൾ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ആ കെട്ടിടങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിക്കുകയുള്ളൂ. നഗരത്തിലേക്ക്, പ്രത്യേകിച്ച് ചെർപ്പളശ്ശേരി അതുപോലുള്ള നഗരങ്ങളിലേക്ക് വൻകിട കച്ചവടക്കാരെയും അതുപോലെ കോർപ്പറേറ്റുകളെയും ആകർഷിക്കണമെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ കാര്യമായ മാറ്റങ്ങൾ നഗരത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. സുസ്ഥിരവും നിയമാനുസൃതവുമായ വികസനവും ശുചിത്വവും ക്രമമായി നിലനിൽക്കുന്നിടത്ത് വ്യക്തമായ നഗര വികസനം സാധ്യമാകുകയുള്ളൂ. ഷാജഹാൻ KPM അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ ജംസിയ KT, ഉപാധ്യക്ഷൻ C ജയകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ്, കൗൺസിലർമാരായ KM ഇസാക്ക്, CA ബക്കർ, P ജയൻ, അസോസിയേഷൻ നേതാക്കളായ K ഷൗക്കത്ത്, പറക്കാടൻ ഹംസ, KM ഇക്ബാൽ, KM ബഷീർ എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർക്ക് ഉപഹാരങ്ങളും നൽകി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ പൊതുയോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബീന ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും SSKയുമായി കൊണ്ടുള്ള ഫണ്ട് നിർബന്ധിത പ്രൊജക്റ്റായിട്ട് വകയിരുത്തണമെന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശം. ഇന്ന് പട്ടാമ്പിയിൽ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. സാധാരണ വകയിരുത്തുന്ന ഫണ്ടിനേക്കാൾ 5% കൂടി കൂട്ടി തുക വകയിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന, ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന നിങ്ങളിലൂടെ പ്രാവർത്തികമാക്കാൻ ആ തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പ്രത്യേകിച്ച് BRCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവുമെന്നാണ് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. BPC NP പ്രിയേഷ് അധ്യക്ഷനായി. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ നടത്തിയ കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാന വിതരണം നടത്തി. BRC ട്രെയിനർ PC ശിവശങ്കരൻ, M അരുൺ, MP ഗോപാലകൃഷ്ണൻ, K ശോഭ, H ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ചെർപ്പളശ്ശേരിയുടെ ചരിത്രം പറയുന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ചെർപ്പളശ്ശേരിയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ ആയ പ്രഭ സ്റ്റുഡിയോ ആണ് സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. മാഞ്ഞുപോയ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതായി ചെർപ്പളശ്ശേരിയിൽ നടന്ന ഈ ഫോട്ടോ പ്രദർശനം അരനൂറ്റാണ്ടിലധികം കാലം തലയെടുപ്പോടെ ചെർപ്പശ്ശേരിയുടെ കണ്ണും കാതുമായി നിന്ന പ്രഭാ സ്റ്റുഡിയോ ആണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. പഴയ ചെർപ്പളശ്ശേരിയും ഇപ്പോഴത്തെ ചെർപ്പളശ്ശേരിയും മുതൽ ഉത്സവ കാഴ്ചകൾ, കഥകളി, രാഷ്ട്രീയ പരിപാടികൾ, കല്യാണ ചടങ്ങുകൾ, ചോറും, കലാകാരന്മാർ തുടങ്ങി പഴയതും പുതിയതുമായ 1500ഓളം ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ശബരി ഹാളിൽ നടന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്.
കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടമുള്ള മാറ്റമൊക്കെ അറിയണ്ടോ? എത്ര ആളിപ്പോ അത് കാണും, കുറെ കഷ്ടപ്പെട്ടു, ആ ഒരു ഓർമ്മയിലേ പഴയ പലതും ഓർമ്മിക്കാൻ സാധിക്കൂലോ ഒരു ഫോട്ടോ കാണുമ്പോ. ഇല്ലാത്തവര് പലതും എന്താ തോന്നുന്നു നമ്മളെ പഴയ ആളുകളൊക്കെ കാണുമ്പോ, പഴയ ചെറുപ്പശ്ശേരി കാണുമ്പോ? ഇത്രയും ഇങ്ങനെ ശേഖരിച്ചു വെച്ച് കാണിക്കാൻ പറയുമ്പോഴേക്കും വല്ലാത്തൊരു അത്ഭുതം. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. മാറ്റങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? കാണാൻ പഴയ ആളുകളുടെ മാറ്റം ഇപ്പോഴത്തെ ആളുകളുടെ മാറ്റമൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യല്ലേ. വേറെ കാണില്ലല്ലോ, വേറെ എവിടെയും പോയി കാണാൻ ശേഖരിക്കാനും പറ്റില്ല, നമുക്ക് അറിയൂല. നമ്മുടെ ഫോട്ടോ തന്നെ ശേഖരിക്കാനും പറ്റില്ല. അപ്പൊ വലിയൊരു കാര്യം, നല്ല സന്തോഷം ഇത്രയും കാണാൻ പറ്റും. CM ഹർഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ 1958 ചെറിയച്ഛൻ പ്രഭാകരൻ നായരാണ് തുടങ്ങിയത്. 3 തലമുറകളിലൂടെ ക്യാമറ കണ്ണുകളുമായി പ്രഭ ചെർപ്പശ്ശേരിയിൽ നിറഞ്ഞു നിന്നു. പ്രവർത്തനം അവസാനിപ്പിച്ചാലും ഫ്രീലാൻസായി പ്രഭയുടെ സേവനം തുടരാനാണ് ഉടമ ഹർഷന്റെ തീരുമാനം. നമുക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിലിമാണല്ലോ, ഒരു ഫിലിം നഷ്ടപ്പെട്ടാൽ അതിന്റെ ഫിലിം നഷ്ടപ്പെടുന്നില്ല, നല്ല നല്ലൊരു മൊമെന്റ്സ് കിട്ടണേ. അത് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും നെഗറ്റീവ് ഒക്കെ ആണെങ്കിലല്ലോ അത് കുറേ റിസ്ക്കാണ്. ഇന്നിപ്പോൾ അടിച്ച് എത്ര നല്ല ഫോട്ടോ എടുക്കാൻ ഡിജിറ്റലല്ലേ, ഒരു കുഴപ്പമില്ല. അങ്ങനെ കാണുന്ന ഫോട്ടോസാണ് ഇതിൽ കൂടുതൽ. അതെ അതെ, ഒരുപാട് നമ്മുടെ ഗോപിയാശാൻ്റെ ആണെങ്കിലും പിന്നെ കല്ലാമൺ രാമകുട്ടിയാശാൻ്റെ കഥകളിയൊക്കെ അതുപോലെ അദ്ദേഹം നമ്മുടെ രാമകുട്ടി കുറേ ആൾക്കാരുടെ ഫോട്ടോ എൻ്റെ വേസ്റ്റായി, കേടുവന്ന് പോയി. അതിങ്ങനെ ഫെയ്ഡിൽ പോയി. അതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്താ നിർത്തിയില്ല, പോയി. അതൊക്കെ പഴയ അപൂർവ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. സൂക്ഷിച്ചൊക്കെയുള്ളൊരു സംവിധാനം ഇല്ല അന്നില്ല. അതെ, ഇപ്പം പിന്നെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൊണ്ട് വയ്ക്കാം. അന്ന് CD ഒന്നും ഇല്ലല്ലോ, നെഗറ്റീവ് ഉണ്ട്, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ലേ. ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഫോട്ടോ പ്രദർശനത്തോടൊപ്പം 3 തലമുറകളുടെ ഒത്തുചേരലും നടന്നു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ചെർപ്പുളശ്ശേരി മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിൽ വീണ്ടും മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 2 മുതൽ 7 വരെ നടക്കുന്ന ക്യാമ്പിൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ ഉൾപ്പെടെ സേവനം ലഭ്യമാകുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 2 മുതൽ 7 വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് മാങ്ങോട് കേരള മെഡിക്കൽ കോളേജിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 20ഓളം വരുന്ന സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ സഹകരണത്തോടെ നടക്കുന്ന ക്യാമ്പിൽ OP പൂർണ്ണമായും സൗജന്യമാണെന്നും ലബോറട്ടറി സേവനങ്ങൾക്ക് 70% ആനുകൂല്യവും CT സ്കാൻ ഉൾപ്പെടെയുള്ള റേഡിയോളജി സേവനങ്ങൾക്ക് 50% ആനുകൂല്യവും, ക്യാമ്പിൽ പങ്കെടുത്ത് കിടത്തി ചികിത്സയോ ശസ്ത്രക്രിയയോ ആവശ്യമായി വരുന്നവർക്ക് പ്രത്യേക ആനുകൂല്യവും ലഭ്യമാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. നിർണയം എന്ന് പറഞ്ഞുള്ള അടുത്ത മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കേരള മെഡിക്കൽ കോളേജിൻ്റെ 2 ആണ്ട് പൂർത്തിയായതിനു ശേഷമുള്ള ആദ്യത്തെ ക്യാമ്പാണ്. 7ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ ക്യാമ്പിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്യാമ്പായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. ഈ കൊല്ലം നമ്മുടെ ക്യാമ്പിൽ എല്ലാ ബ്രോഡ് സ്പെഷ്യാലിറ്റിയും എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെയും സേവനം നമ്മൾ ഫ്രീ ആയിട്ടുള്ള OP കൺസൾട്ടേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ ലബോറട്ടറി സർവീസുകൾക്ക് 70% ഡിസ്കൗണ്ടിൽ ആണ് നമ്മൾ ഇപ്രാവശ്യം കൊടുക്കുന്നത്. അതേപോലെ റേഡിയോളജി സർവീസസിനെല്ലാം 50% ഡിസ്കൗണ്ടിലൂടെ നമ്മൾ സേവനം നൽകുന്നതായിരിക്കും. 7-ാം തീയതി വരെയാണ് നമ്മൾ അടുത്ത ആഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 2-ാം തീയതി തൊട്ട് ഫെബ്രുവരി 7-ാം തീയതി വരെ രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ആയിരിക്കും ക്യാമ്പിൻ്റെ സമയം. ക്യാമ്പിൻ്റെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആയിരിക്കും. സാധാരണ OP ഉണ്ടാവില്ല. അന്ന് ഫുള്ള് ക്യാമ്പിൻ്റെ അന്ന് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസും ക്യാമ്പ് പേഷ്യൻസ് ആയിരിക്കും. അങ്ങനെയാണ് എല്ലാ സ്പെഷ്യാലിറ്റികളും. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്കെല്ലാം
ഫ്രീ ആയിട്ടുള്ള OP കൺസൾട്ടേഷൻസ് അന്നുണ്ടാവും ഈ ഒരാഴ്ചയിൽ. കാർഡിയോളജി, നെഫ്രോളജി, അതേപോലെ ന്യൂറോ സർജറി. നമ്മൾ ന്യൂറോ സർജറി അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂറോ സർജറി വിഭാഗം, അതേപോലെ പ്ലാസ്റ്റിക് സർജറി, എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലും കൺസൾട്ടേഷൻസ് ഫ്രീ ആയിരിക്കും. ലബോറട്ടറി സർവീസുകൾക്ക് നമ്മൾ 70% ഡിസ്കൗണ്ടും, അതേപോലെ റേഡിയോളജി സർവീസുകൾക്ക് 50% ഡിസ്കൗണ്ട് ആയിരിക്കും. രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സയും പരിചരണവും നൂതന സൗകര്യങ്ങളുമാണ് എല്ലാ വിഭാഗങ്ങളിലും ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നും ഡോക്ടർമാർ പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മുതലാണ് നമ്മൾ കാർഡിയോളജിനകത്ത് 24 എമർജൻസി ആൻജിയോപ്ലാസ്റ്റി സർവീസസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഏകദേശം 200 മുകളിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 70-നോളം മുകളിലായിട്ട് ആൻജിയോപ്ലാസ്റ്റികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടെമ്പററി പേസ് മേക്കറിൻ്റെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ടെമ്പററി പേസ് മേക്കർ അടക്കം എല്ലാ കാര്യങ്ങളും. പെർമനന്റ് പേസ് മേക്കറും നമ്മൾ ചെയ്തിട്ടുണ്ട്. പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കോംപ്ലിക്കേറ്റഡ് കേസുകൾക്ക് ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടെ നമ്മൾ പെരിഫറൽ പ്ലാസ്റ്റികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 8 മാസമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നു. കേരള മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ഇൻചാർജാണ്. ഇപ്പോൾ ആൾറെഡി നമ്മൾ ഒരു റിഡക്ഷൻ ബേസിൽ തന്നെയാണ് ഇപ്പോൾ OP അവിടെ നമ്മൾ OP ചാർജസ് ഒന്നും അധികം ഈടാക്കാതെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ക്യാമ്പ് വന്നവിടെ പൂർണ്ണമായിട്ടും OP രജിസ്ട്രേഷനൊക്കെ ഫ്രീ ആക്കി ചെയ്യാനും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ നമ്മുടെ ഭാഗത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് വരിക. ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ്, ഷുഗർ, ബ്ലഡ് കൗണ്ട്, ഹിമോഗ്ലോബിൻ, അങ്ങനത്തെ എല്ലാ ടെസ്റ്റുകൾക്കും ഏകദേശം 70% റിഡക്ഷനോടുകൂടെ ചെയ്യാനും റേഡിയോളജി വിഭാഗത്തിലുള്ള ECG, എക്സ്റേ, സ്കാനിങ് എല്ലാത്തിനും 50% റിഡക്ഷനിലാണ് ക്യാമ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഞാനടക്കം 7 പേര് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു തിരക്ക് എത്ര വന്നാലും അത് മാനേജ് ചെയ്യാവുന്ന പോലെയുള്ള സ്ട്രെങ്ത് നമുക്കവിടെ എന്തായാലും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ക്യാമ്പെല്ലാം സക്സസ് ആയി നടത്താനായിട്ട് നമ്മുടെ ഭാഗത്തുള്ള മാക്സിമം സഹകരണം എന്തായാലും ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂടെ തിരക്കായാലും രോഗനിർണയത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊട്ടും കോംപ്രമൈസ് ചെയ്യില്ല. അത് അതിൻ്റെ രീതിയിൽ തന്നെയാണ് എന്തായാലും നടക്കുള്ളൂ. ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ രീതിയിലല്ല. നമ്മളെന്തായാലും OPയിൽ ഇരുന്നിട്ട് സാധാരണ ഒരു കേസ് കാണുന്ന പോലെ തന്നെയാണ് രോഗികൾക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരും തീരുമാനം. അതിന് വേണ്ടി മെഡിസിനിൽ എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതിന് റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗൈനക്കോളജി വിഭാഗത്തിൽ നിന്നാണ്. ഞങ്ങൾ 4 ആളുണ്ട്. ഫസ്റ്റ് ഡെലിവറി ആക്ച്വലി ഒക്ടോബർ 2024 സ്റ്റാർട്ട് ചെയ്തു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 600 ഡെലിവറിയോളം കഴിഞ്ഞിട്ടുണ്ട്. യൂട്രസ് റിമൂവലും മേജർ സർജറീസ് നടക്കുന്നുണ്ട്. അതിൽ 2 പേര് ഞങ്ങളിൽ ലാപ്രോസ്കോപ്പി ഗൈനക് സർജറി ട്രെയിൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റെക്ടമി കീ ഹോൾ സർജറി ചെയ്യുന്നുണ്ട്. കീ ഹോളിൽ കൂടെ ഹിസ്റ്റെക്ടമി യൂട്രസ് റിമൂവൽ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ട് 2 ആൾ വന്നിട്ടുണ്ട്. അതും കൂടി ചെയ്യുന്നുണ്ട്. ഡോക്ടർ അരുൺ എസ് മേനോൻ, ഡോക്ടർ ലളിത, ഡോക്ടർ മിലൻ, ഡോക്ടർ നിജിൻ ജോസ്, ഡോക്ടർ മിഥുൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ അൽസലാമ ഒപ്റ്റോമെട്രി കോളേജിൽ നിന്നും BSc ഒപ്റ്റോമെട്രി കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ വൈറ്റ് കോട്ട് സെറിമണി സംഘടിപ്പിച്ചു. 13ാമത് ബാച്ചാണ് അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ നിന്നും പുറത്തിറങ്ങിയത്. freely and solemnly pledge that I will practice the art and science of optometry faithfully and constantly and to the fullest scope of my competence. I will uphold and honorably promote by example and action. +2 കഴിഞ്ഞവർക്ക് ആരോഗ്യരംഗത്ത് ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളിലൊന്നായ BSc ഒപ്റ്റോമെട്രി 2010-ലാണ് അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ ആരംഭിച്ചത്. ഈ വർഷം 28 വിദ്യാർത്ഥികൾ BSc ഒപ്റ്റോമെട്രി കോഴ്സ് പൂർത്തിയാക്കി. 13ാമത് ഒപ്റ്റോമെട്രി ബാച്ചിന്റെ വൈറ്റ് കോട്ട് സെറമണി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. 28 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും വൈറ്റ് കോട്ടും സമ്മാനിച്ചു. അൽസലാമ ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു BSc കൊണ്ട് നിർത്താതെ അതിന് മേലെ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്
കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ രക്ഷിതാക്കൾ അതിനെ സഹകരിക്കും. അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് പഠിക്കണം. MSCയോ അതിന് മുകളിലേക്കോ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം. ഇതുകൊണ്ട് നിർത്തരുത്. ഇത് നിങ്ങൾക്കൊരു പക്ഷേ പുറത്തിറങ്ങിയ ഒരു ജോലി കിട്ടും. BSc ഒപ്റ്റോമെട്രി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. പക്ഷേ ആ ജോലിയിൽ അവസാനിപ്പിക്കാതെ പഠിക്കാനുള്ള വ്യഗ്രതയോടുകൂടി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറഞ്ഞ എക്സ്ട്രാ കോഴ്സുകൾ എന്തെങ്കിലും ഇതിൽ കൂടെ എടുത്താൽ പല ബ്രാഞ്ചുകളിലേക്കും, നിങ്ങൾ ഈ ഒപ്റ്റോമെട്രി മാത്രമല്ലാത്ത ബ്രാഞ്ചുകളിലേക്കും നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുന്ന രൂപത്തിലുള്ള കോഴ്സുകളും ഉണ്ട്. ഇവിടെയും ഉണ്ട്, മറ്റു പല സ്ഥലങ്ങളും ഉണ്ട്. എവിടെ പോയാലും പഠിക്കുക. ഈ കിട്ടുന്ന അവസരം തിരിച്ചു കിട്ടില്ല. പിന്നെ പെരിന്തൽമണ്ണ AG's ARMC ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 3 വർഷം തിയറിയും അതുപോലെയുള്ള മെഷീനുമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നാളെ മുതൽ ഇനി രോഗികളുമായി ബന്ധപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുണ്ടാകുന്ന ഒരു ട്രസ്റ്റാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, നമ്മളുടെ വിശ്വാസം. നമ്മളെടുത്തേക്ക് വരുന്ന രോഗികൾക്ക് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളെടുത്ത് വരുന്നത്. ആ വിശ്വാസം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കാഴ്ചയാണ്. ആ കാഴ്ച പരിപാലിക്കുന്നതിനും ആ കാഴ്ച ഇല്ലാത്തവന് നൽകുന്നതിനും കാഴ്ച കുറഞ്ഞവനെ കാഴ്ച കൂട്ടിക്കൊടുക്കുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളും നാളെ മുതൽ ഒരു ആരോഗ്യ രംഗത്തെ ഒരു കണ്ണി കൂടി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അതിൽ ഡോക്ടർ മാത്രമല്ല, ഞാനൊരു പീഡിയാട്രീഷ്യനാണ്, എനിക്കൊരു രോഗിയെ പരിശോധിക്കുന്നത് ഞാൻ തന്നെ മതി, വേറെ ആരും ആവശ്യമില്ല. കൂടുതൽ സ്ട്രെങ്ത്തിന്റെ ആവശ്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ അതുപോലെയല്ല, നിങ്ങളൊരു കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ കൂട്ടായ ഒരു എക്സാമിനേഷനിലൂടെയാണ് ഒരു പേഷ്യന്റിന്റെ അവസാനം ഒരു ഡയഗ്നോസിസിൽ എത്തുന്നതും. അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി അക്കാഡമിക് ഡയറക്ടർ P. അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിനി KC, വൈസ് പ്രിൻസിപ്പൽ K. ശ്രീകാന്ത്, എഡ്യൂക്കേഷൻ ട്രസ്റ്റി ഹസൈനർ അങ്ങാടിപ്പുറം, ഒപ്റ്റോമെട്രി HOD രമ്യ വിജയൻ, മെഡിക്കൽ സൂപ്രണ്ട് K. അനു, അക്കാഡമിക് കോർഡിനേറ്റർ ആതിര KS തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ നീതുൽ രേഖ ഒപ്റ്റോമെട്രി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. I will strive continuously to broaden my knowledge and skills so that my patients may benefit from all new and efficacious means to enhance the care of human vision. പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ വൈറ്റ് കോട്ട് സെറമണിയിൽ പങ്കാളികളാകാൻ രക്ഷിതാക്കളും എത്തിയിരുന്നു. NAC പദവിയിലുള്ള യൂണിവേഴ്സിറ്റികളുടേതുൾപ്പെടെ വിവിധ കോഴ്സുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് അൽസലാമ. അൽസലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന വിവിധ ഉദ്ദേശമുള്ള വിവിധ യൂണിവേഴ്സിറ്റികളെ ഹൗസ് ചെയ്തുകൊണ്ടുള്ള മിക്സഡ് കോഴ്സുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ MSc ഒപ്റ്റോമെട്രി 2 ബാച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞു. 3ാമത്തെ ബാച്ച് ഈ വർഷം വരണം. ഇതുകൂടാതെ ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും DO കോഴ്സുകളും, ഉദാഹരണത്തിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഫിസിഷ്യൻസ് അസിസ്റ്റൻറ്റ്, AI ഇൻ ഹെൽത്ത് സെക്ടർ, അങ്ങനെയുള്ള കോഴ്സുകളും ധാരാളമായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെറുപ്പുളശ്ശേരി വീട്ടിക്കാട് മാളിയാട്ടുകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രഥോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളും കോവിലുകളും കാവുകളുമെല്ലാം മനുഷ്യരുടെ ശാന്തിയുടെ ആശാകേന്ദ്രമാണെന്ന് ബിജുമോൻ പന്തീരുകുലം പറഞ്ഞു. ചടങ്ങിൽ ശ്രീ സുബ്രഹ്മണ്യ പുരസ്കാരം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ അച്യുതാനന്ദന് ബിജുമോൻ പന്തീരുകുലം നൽകി. ക്ഷേത്രം പൂജാരി രാമൻ സ്വാമി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ സുബീഷ്, പുരസ്കാര ജേതാവ് അച്യുതാനന്ദൻ, മുൻ കൗൺസിലർമാരായ മനോജ് വീട്ടിക്കാട്, കൃഷ്ണദാസ്, ആനന്ദൻ വാഴയങ്കട, സുജിത്ത്, ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് വൃക്ഷപ്രസാദം, വൃക്ഷത്തൈകൾ, തണൽ പരിസ്ഥിതി കൂട്ടായ്മ നൽകി. തുടർന്ന് നൃത്തനൃത്യങ്ങൾ, കുംഭംകളി, തായമ്പക എന്നിവ നടന്നു.
തിരുവിഴാംകുന്ന് അമ്പലപ്പാറ മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം. ജനകീയ കൂട്ടായ്മ അമ്പലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. വിഷയത്തിൽ വനംവകുപ്പ് വേണ്ടത്ര ഗൗരവം കാണിച്ചില്ലെന്ന് എൻ ഷംസുദ്ദീൻ MLA. ഒറ്റപ്പാലത്തെ കുടിവെള്ളക്ഷാമം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്ത്. കേന്ദ്രം ആവിഷ്കരിച്ച ജൽജീവൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ. RSSനും CPMനുമെതിരെ ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണി നേതാവ് SR പ്രകാശ്. ഗാന്ധിയെ വധിച്ചതിൽ RSSന് വ്യക്തമായ പങ്ക്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് ഏറ്റവും കഴിവുകെട്ടതെന്നും SR പ്രകാശ്. ഷൊർണൂരിൽ കഞ്ചാവ് വേട്ട. റെയിൽവേ ജംഗ്ഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും 6 കിലോ കഞ്ചാവ് പിടികൂടി. ബാഗിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. മലയാളിക്ക് ഒരു കാലത്ത് മികച്ച നാടകങ്ങൾ സമ്മാനിച്ച കലാകാരൻ MS കുറ്റിക്കാട് സഹായത്തിനാരുമില്ലാതെ രോഗശയ്യയിൽ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലാണ് ആരും ആശ്രയമില്ലാതെ 68-കാരനായ ഈ കലാകാരൻ അവശതയിൽ കഴിയുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.